ഈ ലക്ഷണങ്ങൾ നിങ്ങൾ കണ്ടാൽ അയാൾ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1. നിങ്ങളെ എപ്പോഴും മൈൻഡ് ചെയ്യുന്ന, സംസാരിക്കുന്ന, ചിരിക്കുന്ന വ്യക്തികൾ. അതായത് നിങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും ഗമ കാണിക്കാതെ സിമ്പിളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർ. അവർ ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ ഗമ കാണിക്കില്ല, സിമ്പിളായി ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കും. അവരുടെ രീതി അതാണ്. ഇങ്ങനെയുള്ളവർ ഹൃദയത്തിൽ സ്നേഹമുള്ളവരാണ്, ഹൃദയ കാഠിന്യമുള്ളവരല്ല. നിങ്ങളോട് ഇഷ്ടവും സ്നേഹവും ഹൃദയത്തിലുള്ളവരാണ് അവർ. ചില ആളുകളൊക്കെ ഉണ്ട്, നിങ്ങളെ പരിചയമുണ്ട്, ചിലപ്പോൾ നല്ല പരിചയമുണ്ടാവും, എങ്കിലും ഒരു ഗമ കാണിച്ച് നടക്കും. ചിലപ്പോൾ ചിരിച്ചാൽ ചിരിച്ചു, മിണ്ടിയാൽ മിണ്ടി എന്നുള്ള ലെവലിൽ അപ്പോൾ ജസ്റ്റ് മൈൻഡ് എന്ന് പറയും. ഇങ്ങനെയുള്ളവരെ നമ്മൾ തള്ളിക്കളയുക. അങ്ങനെയുള്ളവർക്ക് നമ്മളോട് സ്നേഹമില്ല. പക്ഷേ എപ്പോഴും സിമ്പിളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 2. നിങ്ങളുടെ എല്ലാ ഫീലിങ്സും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്. കാരണം അദ്ദേഹം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ കാര്യങ്ങൾ, നിങ്ങളുടെ മുഖത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയെല്ലാം അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫീലിങ്സും മനസ്സിലാക്കി നിങ്ങളോട് ചോദിക്കുന്ന വ്യക്തികൾ, അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നാണ് അർത്ഥം. ചെറിയൊരു കാര്യം പോലും അവർ മനസ്സിലാക്കിയിരിക്കും. നിങ്ങളുടെ ചെറിയൊരു ഭാവവ്യത്യാസം പോലും അവർക്കറിയാം. അവർ നിങ്ങളോട് സ്നേഹമുള്ളവരാണ്. അല്ലാത്തവർക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. 3. അവരുടെ ഇഷ്ടങ്ങൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാത്ത ഒരു വ്യക്തി. അവർ നിങ്ങളോട് സ്നേഹമുള്ളവരാണ്. അതായത് അവരുടെ ഇഷ്ടങ്ങൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കില്ല. അവർ നിങ്ങളോട് എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും തുറന്നു പറയും. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കൂടി നോക്കിയേ അവർ എന്ത് കാര്യങ്ങളും പ്രവർത്തിക്കൂ. അങ്ങനെയുള്ളവർ നിങ്ങളോട് സ്നേഹമുള്ളവരാണ്. അവർ ഒരിക്കലും അവരുടെ കാര്യങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കില്ല. ഇതാണ് സ്നേഹമുള്ളവരുടെ ലക്ഷണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തിനും ഒരു ഏകീകരണം, ഒരു ചേർന്നുള്ള ഒരു തീരുമാനം, ഇതൊക്കെ സ്നേഹമുള്ളവർ മാത്രമേ എടുക്കൂ. അത് കുടുംബത്താണെങ്കിലും ഏത് ബന്ധങ്ങളിലാണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാത്തവർ അവർ തീരുമാനങ്ങൾ എടുക്കും, അവരുടെ വഴിയെ പോവും, നിങ്ങളെ അവർ ഒറ്റപ്പെടുത്തും. 4. നിങ്ങൾക്ക് മുന്നിൽ വിശ്വസ്തതയും സത്യവും മാത്രം കാണിച്ച് ഇടപെടുന്ന ഒരു വ്യക്തി. അവർ നിങ്ങളോട് സ്നേഹമുള്ളവരാണ്. നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും സത്യം മാത്രം പറയുക, സത്യമായ രീതിയിൽ ഇടപെടുക, അതേപോലെ വിശ്വസ്തമായിരിക്കുക. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആരാണെങ്കിലും നിങ്ങളോട് വിശ്വസ്തയോട് കൂടി പെരുമാറുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഉള്ളിൽ. വിശ്വസ്തത എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് കാര്യത്തിലും ഒരു സത്യസന്ധത ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവരുടെ രീതി എങ്ങനെയാണ്, എന്ത് കാര്യങ്ങളും നിങ്ങളോട് സത്യമാണോ പറയുന്നത്, പറയുന്നത് പോലെയാണോ പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും സത്യം മാത്രം പറയുകയും നിങ്ങളോട് ഏത് സമയത്തും വിശ്വസ്തമായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ, അവർ നിങ്ങളോട് സ്നേഹമുള്ളവരാണ്. 5. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ കണക്കിലെടുക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. നിങ്ങളൊരു കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ മേൽ ഒരു മൈൻഡ് ഉണ്ടായിരിക്കുക. അതുപോലെ അവർ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും നിങ്ങളുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ഹൃദയം ഉണ്ടായിരിക്കുക. ചില വ്യക്തികൾ കേൾക്കും, അപ്പുറത്തൂടി കളയും. അതല്ല, നിങ്ങൾ പറയുന്ന വ്യക്തികൾ അതിലെ സത്യം അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥകൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അതിൽ സത്യമുണ്ടോ, അതിൻ്റെ അവസ്ഥ എങ്ങോട്ടാണ്, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനും അത് കണക്കിലെടുക്കാനും അതിനനുസൃതമായി പ്രവർത്തിക്കാനും കഴിവുള്ള വ്യക്തികൾ. ഇവരൊക്കെ നിങ്ങളോട് സ്നേഹമുള്ളവരാണ്. 6. നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ മറക്കാതെ നിറവേറ്റുന്ന വ്യക്തികൾ. അവർ നിങ്ങളോട് സ്നേഹമുള്ളവരാണ്. നിങ്ങളോടൊരു കാര്യം പറയുകയാണെങ്കിൽ അത് അതേപോലെ തന്നെ നിറവേറ്റും. ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് ചെയ്തു തരും. മറ്റു കാര്യങ്ങൾ, കൂടുതൽ സമയം വേണ്ട കാര്യങ്ങളാണെങ്കിൽ സമയമെടുത്ത് ചെയ്യും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്തിരിക്കും. ഇത് നിങ്ങളോട് സ്നേഹമുള്ളവരുടെ മാത്രം ലക്ഷണമാണ്. അദ്ദേഹം സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അത് ആരോ ആയിക്കോട്ടെ, അവനോ അവളോ ആണോ പെണ്ണോ എന്തോ ആയിക്കോട്ടെ, അയാൾ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പറയുന്ന കാര്യങ്ങൾ നിറവേറ്റുന്നവർ, അവർ വിശ്വസ്തരാണ്, സ്നേഹമുള്ളവരുമാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവർ വിട്ടുകളഞ്ഞ് നടക്കുകയാണെങ്കിൽ അത് നിങ്ങളെ വെറുതെ പറ്റിക്കാനും നിങ്ങളെ വീഴ്ചെടുക്കാനും നിങ്ങളുടെ മനസ്സ് പിടിക്കാനും ഒക്കെയുള്ളൊരു ഐഡിയ ആണത്. അവർ അവരുടെ കാര്യങ്ങൾ നടത്തി അവർ പോകും. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അവർ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളോട് സ്നേഹമുള്ളവർ മാത്രമേ ചെയ്യൂ. മനസ്സിലാക്കിയിരിക്കുക. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ലക്ഷണങ്ങളൊന്നുമില്ലാതെ നിങ്ങളെ കൂടെ കൂടി നടക്കുന്നവർ, അവർ വെറുതെ നടക്കുന്നവരാണ്. അവർ അവരുടെ കാര്യം കാണാൻ വേണ്ടി മാത്രം നിങ്ങളുടെ കൂടെ കൂടി നടക്കുന്നവരാണ്. നിങ്ങളോട് സ്നേഹമുള്ളവരല്ല, വിശ്വസ്തയുള്ളവരല്ല, ഒന്നുമുള്ളവരല്ല. അവർ എന്തെല്ലാമോ നിങ്ങളിൽ നിന്ന് നേടാൻ വേണ്ടി കാര്യങ്ങൾ സാധിക്കാൻ കണ്ടുവച്ചിട്ടുണ്ട്. അത് സാധിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നു. അത് സാധിച്ചാൽ അവർ സ്ഥലം വിട്ടിരിക്കും. അവർക്ക് നിങ്ങളോട് സ്നേഹമോ വിശ്വസ്തതയോ ഒന്നുമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വീഡിയോയിൽ മുകളിൽ പറഞ്ഞ ഈ ലക്ഷണങ്ങളുള്ളവർ അവർ നിങ്ങളോട് വിശ്വസ്തയും സ്നേഹവും ഉള്ളവരാണ്. അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.